മോട്ടോർ തൊഴിലാളികളുടെ പഴയ ക്ഷേമനിധി പുതിയ ക്ഷേമനിധിയിൽ ലയിപ്പിച്ചെങ്കിലും യഥാസമയം ലയനം നടത്താതിരുന്നതിനാൽ നിരവധി തൊഴിലാളികൾക്ക് പെൺമക്കളുടെ വിവാഹ ധനസഹായം പോലുള്ള ആനുകൂല്യങ്ങൾ നഷ്ടമായിട്ടുണ്ട്. ഇത് മുൻകാല പ്രാബല്യത്തോടെ നൽകാനുള്ള നിയമ ഭേദഗതികൾ കൊണ്ടുവരണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പട്ടാമ്പി ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു. കൊപ്പം പി ബാലകൃഷ്ണൻ നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് MR ജയശങ്കർ അധ്യക്ഷനായി. KN കൃഷ്ണകുമാർ രക്തസാക്ഷി പ്രമേയവും K രാജഗോപാൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഡിവിഷൻ സെക്രട്ടറി KP അജയൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ K രാധാകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഡിവിഷൻ ട്രഷറർ K സതീഷ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയകുമാർ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PP രാമചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VV ശ്രീധരൻ, T ഉണ്ണികൃഷ്ണൻ, CITU ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി T ഷാജി, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ U അജയകുമാർ, A സോമൻ, സ്വാഗത സംഘം ചെയർമാൻ K മോഹൻദാസ്, കൊപ്പം പഞ്ചായത്ത് അംഗം S മിനി എന്നിവർ സംസാരിച്ചു. സാമ്പത്തിക ക്രമത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെയൊക്കെ നേരിട്ട് ബാധിക്കുന്നവരാണ് തൊഴിലാളികൾ. ആ സാമ്പത്തിക ക്രമത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി അതാത് രാജ്യങ്ങളിലെ സർക്കാരുകൾ എടുക്കുന്ന തീരുമാനം ഒരിക്കലും തൊഴിലാളികൾക്കോ ഇടത്തരക്കാർക്കോ അനുകൂലമല്ല എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ അവരെ ബാധിക്കുന്നത് ജീവിതത്തിൽ പ്രയാസമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനമെടുക്കുന്നതും ആ സാമ്പത്തിക തകർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ കരുതുന്നതാണ്. കോവിഡ് കാലഘട്ടം ലോകത്തെമ്പാട് സമ്മാനിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ തൊഴിൽ മേഖലകളിലുണ്ടായ പ്രതിസന്ധിയാണ്. ഇന്നലകളിൽ പണിയെടുത്തിരുന്ന മേഖലകളിൽ നിന്നും കൂടുതൽ തൊഴിലാളികളെ കോവിഡിന്റെ പേര് പറഞ്ഞു വിട്ടതാണെങ്കിലും പിന്നീട് അവിടേക്ക് തിരിച്ചെടുക്കാനോ ആ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല. അത് തൊഴിലില്ലായ്മയിൽ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും വർദ്ധിച്ചു വരുന്ന സാഹചര്യം ലോകത്തെവിടെയും നോക്കിയാൽ കാണാൻ കഴിയും. ആ സാമ്പത്തിക തകർച്ച അതിജീവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്ന പോലെ ചില സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ പിടിച്ചു നിൽക്കുന്ന രാജ്യങ്ങൾ മാത്രമാണ്. ആ രാജ്യങ്ങൾക്ക് അല്ലാതെ മറ്റേതൊരു മുതലാളിത്ത രാജ്യത്തിന്റെ സാമ്പത്തിക ക്രമം എടുത്ത് നോക്കിയാലും വലിയ പരാജയമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യം എടുത്തു നോക്കിയാലും ആ രാജ്യത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിൽക്കുന്ന സർവീസ് രംഗത്തുള്ള ഡോക്ടർമാർ മുതൽ അധ്യാപകരാണെങ്കിലും മോട്ടോർ മേഖലയിലുള്ള തൊഴിലാളികളാണെങ്കിലും ഫാക്ടറികളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണെങ്കിലും ആ രാജ്യത്തിലെ കർഷകരും വക്കീലന്മാരും ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നതാണ് ഇന്ന് നമ്മുടെ ലോകത്ത് ആകെ കാണുന്ന കാഴ്ചകൾ. തുടർന്ന് പ്രസിഡന്റായി KP അജയനെയും VV ശ്രീധരൻ, T ഉണ്ണികൃഷ്ണൻ, C അലി, മുസ്തഫ മലവട്ടം എന്നിവരെ വൈസ് പ്രസിഡന്റ്മാരായും സെക്രട്ടറിയായി MR ജയശങ്കറിനെയും PP രാമചന്ദ്രൻ, KN കൃഷ്ണകുമാർ, K സുബ്രഹ്മണ്യൻ, NP ഷാഹുൽ അമീദ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ട്രഷററായി K സതീഷിനെയും തെരഞ്ഞെടുത്തു.